നമസ്കാരം. മലയാള വർഷം 1202 നിങ്ങളുടെ സാമാന്യ ഫലമാണ് പറയാൻ പോകുന്നത്. മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന 2.25 നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറിലാണ് വരുന്നത്. ചിങ്ങക്കൂറുകാരുടെ ഇപ്പോഴുള്ള ഗ്രഹനില നോക്കാം. ജന്മക്കൂറിൽ കേതു, 7-ൽ രാഹു, 8-ൽ ശനി, 12-ൽ വ്യാഴം. പൊതുവെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. തൊഴിൽപരമായിട്ട് പല തടസ്സങ്ങളും ഉണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ചു കാലം കാത്തിരിക്കേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. അത് എല്ലാം തന്നെ ഗുണകരമായി കൊള്ളണമെന്നില്ല. ശ്രദ്ധാപൂർവം സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇത് നല്ല സമയമല്ല. നിങ്ങളുടെ ഈ സ്വയം തൊഴിൽ മേഖലയെ ഫലപ്രദമായി നിലനിർത്തുന്നതിന് നല്ല പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട്. വേണ്ടത് ചെയ്യുക. നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരല്പം കൂടുതൽ കാത്തിരുന്നാൽ ജോലി നിങ്ങൾക്ക് കിട്ടും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ്. വിദേശ തൊഴിലിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും നടക്കും. ഒരല്പം താമസമുണ്ടായേക്കുമെങ്കിലും അത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം. കൂടുതൽ വരുമാനം ലഭിക്കുന്ന സാഹചര്യം വരാം. കൂടുതൽ മെച്ചപ്പെട്ട താമസ സൗകര്യം നിങ്ങൾക്ക് അവിടെ ലഭിക്കാം. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന പല സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയുണ്ട്. നിങ്ങളുടെ സ്വന്തമായി ചെയ്യുന്ന തൊഴിൽ മേഖലകളെ ഫലപ്രദമായി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വളരെ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം ആവശ്യമാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങളോ പരാജയങ്ങളോ ഉണ്ടായേക്കാം. വളരെ ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തന മേഖലയുടെ എല്ലാ വശങ്ങളും ശരിയായി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊള്ളുക. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ജാഗ്രത വേണം. പ്രത്യേകിച്ച് പ്രധാന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ദീർഘകാലമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. കാർഷിക രംഗത്തും സ്വന്തമായി ചെയ്യുന്ന മറ്റ് വിവിധ മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഈ പുതുവർഷാരംഭത്തോടുകൂടി വന്നു ചേരുന്നത്. എല്ലാ വശങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി പരിഗണിക്കുമ്പോൾ സമഗ്രമായ അഭിവൃദ്ധിയും ഉയർച്ചയും കൈവരിക്കുന്നതിന് വേണ്ടി സമ്പൂർണമായ ശാക്തേയ വൈദിക സമ്പ്രദായത്തിൽ ഒരു ജയദുർഗ പൂജ നടത്തുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. അതോടൊപ്പം നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ ഒരു ഗ്രഹനില പരിശോധിച്ച് വ്യക്തിപരമായുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളും അനുസരിച്ച് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല വിജയം ഉണ്ടാകുന്നതാണ്.